ഹായ് കാട്ടാളൻ വലിയ പ്രതീക്ഷയോടെയാണ് കാട്ടാളൻ കാണാൻ പോയത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് മാർക്കോ തന്നെയാണ്. മറ്റൊന്ന് ആന്റണി വർഗീസ് നായകനാവുന്ന സിനിമ. മാർക്കോയ്ക്ക് ശേഷം ആ പ്രൊഡക്ഷൻ ടീമിന്റെ ഭാഗത്തു നിന്ന് വരുന്ന മറ്റൊരു ചിത്രം. ഇതൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ഭേദപ്പെട്ട പ്രീസെയിൽ കളക്ഷൻ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം എന്റെ അഭിപ്രായം ഇതാണ്: ആവറേജിന് താഴെ നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. പെപ്പെ, ജഗദീഷ്, അതുപോലെ തമിഴ് നടൻ സുനിൽ, ഇവരൊക്കെ ഈ സിനിമയിൽ ഭേദപ്പെട്ട രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കൊരു സുഖം കിട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ആദ്യമെല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ത്രില്ലായി തോന്നിയെങ്കിൽ പിന്നീട് വളരെ അരോചകമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരുപാട് ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് മോശം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. ആന്റണി പെപ്പെ നന്നായി ചെയ്തിട്ടുള്ള സിനിമയിൽ പക്ഷെ ഒരു ഹീറോയിസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഉണ്ണി മുകുന്ദനെ മാർക്കോയിൽ കാണുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ട്, ഒരു പവറുണ്ട്. അതുപോലെ തന്നെ പല സിനിമകളിലെയും നായകന്മാരെ കാണുമ്പോൾ ഇവൻ നായകനാണ് എന്നുള്ളൊരു ചിന്ത നമ്മൾക്കുള്ളിലേക്ക് വരും. പെപ്പെ നന്നായി ചെയ്തിട്ടുണ്ട് എങ്കിലും പക്ഷെ പല സമയങ്ങളിൽ ഒരു ഹീറോയിസം നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കഥയില്ലായ്മയുടെ പ്രശ്നം തന്നെയായിരിക്കാം. എന്തായാലും എനിക്ക് തോന്നിയത് ഈ സിനിമ മിനി പുഷ്പ എന്നുള്ള തരത്തിൽ തന്നെയാണ്. അതായത് പുഷ്പ വലിയ ക്യാൻവാസിലെടുത്തു, ഇതൊരു ചെറിയ ക്യാൻവാസിലാക്കി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് സിനിമയെക്കുറിച്ച് നമ്മൾക്കൊന്നും പറയാനില്ല. ഒരു ആവറേജിന് താഴെ നിൽക്കുന്ന സിനിമ. വലിയ പ്രതീക്ഷ പല ആൾക്കാരിലും ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തെറ്റി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ ഭേദപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ 5000-ന് താഴെയുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കാം സിനിമ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുമോ ഇല്ലയോ എന്നറിയാനായിട്ട്. അതുപോലെ തന്നെ ദൃശ്യം 3 ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നു. സിനിമ 7 ദിവസം കൊണ്ട് 200 കോടി നേടി എന്ന്. തീർച്ചയായും ദൃശ്യം ടീമിന് നല്ലൊരു കയ്യടി. അമ്മാതിരി കൊലത്തൂക്ക് കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സിനിമ 200 കോടി നേടുമ്പോൾ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. പക്ഷെ ദൃശ്യം 200 കോടി നേടിയപ്പോൾ ആരും ആഘോഷിക്കുന്നില്ല. അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ 200 കോടി നേടി എന്നുള്ളത് വലിയൊരു വാർത്തയല്ല. അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ കളക്ഷൻ നേടിയാൽ മാത്രമാണ് നമ്മൾക്ക് ആഘോഷിക്കാൻ തോന്നാറുള്ളൂ. കാരണം മോഹൻലാലിന്റെ ഒരു സിനിമ ആവറേജ് റിപ്പോർട്ട് കിട്ടിയാൽ പോലും 100 കോടിയും 200 കോടിയും ഇപ്പോൾ നിസ്സാരമായി അടിക്കും എന്നുള്ളത് നമ്മൾക്ക് അറിയാം. മലയാളത്തിലെ മറ്റൊരു നടൻ 100 കോടി നേടിയാൽ അല്ലെങ്കിൽ 50 കോടി നേടിയാൽ തന്നെ നമ്മൾ ആഘോഷമാക്കും. ആ സിനിമ ഗംഭീര ഹിറ്റായി, സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷമാക്കും. പക്ഷെ മോഹൻലാലിന്റെ സിനിമകൾ 100 കോടി നേടിയാലും 200 കോടി നേടിയാലും അത് സംഭവിക്കും എന്ന് നമ്മൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിൽ വലിയ പുതുമ നമ്മൾക്ക് തോന്നുന്നില്ല. എന്തായാലും സിനിമ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ മണിക്കൂറിൽ 13,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് രാവിലെ മുതൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ മുതൽ ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 13,000-ഓളം ടിക്കറ്റുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ കളക്ഷൻ എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. തിയേറ്ററുകളിൽ ഗംഭീര തിരക്കാണ്. ഇപ്പോഴും 500 സ്ക്രീനുകളിൽ, അതായത് കേരളത്തിലെ 500 സ്ക്രീനുകളിൽ ദൃശ്യം 3 കളിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയുന്നു. എന്തായാലും സിനിമ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കും. അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. സിനിമ 300 കോടിയിൽ എത്തുമോ എന്നുള്ളത് നമ്മൾക്ക് നോക്കിക്കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.